പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കെന്നിടുമ്പോൾ ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കെന്നിടുമ്പോൾ പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പ്രാപഞ്ചികമാകും പ്രകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോടു കൂടെന്നും ഞാൻ. പ്രാപഞ്ചികമാകും പ്രകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോടു കൂടെന്നും ഞാൻ. പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം. പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം. കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ വർഷത്തിൻ്റെ അവസാനത്തെ നാളുകളിലേക്ക് നാം കടന്നു വരുമ്പോൾ അനേകം ശ്രദ്ധേയമായ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, നമ്മുടെ കൺവെൻഷൻ. 27-ാം തീയതി മുതൽ നടക്കുന്ന നമ്മുടെ സെൻട്രൽ കൺവെൻഷൻ. നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, നാം അതിനുവേണ്ടി ഒരുങ്ങുന്നു. രണ്ടാമത്തത്, ഒരു വർഷം നമ്മെ പിന്നിടുന്നു. അടുത്ത വർഷത്തിലേക്ക്, ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. മാത്രമല്ല, കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിലേക്ക് നമ്മൾ എടുക്കുകയാണ്. ദൈവമക്കളെ, ദിവസങ്ങളും കാലങ്ങളും മുമ്പോട്ട് ഓടി ഓടി പോകുന്നു. നിത്യതയിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗരാജ്യത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാം ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ എൻ്റെ നിത്യത എവിടെയാണ്? നിത്യരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിലാണോ, നിത്യനരകത്തിലേക്കാണോ ഞാൻ യാത്ര ചെയ്യുന്നത്? ദൈവമക്കളെ, നാം ഗൗരവമായിട്ട് ചിന്തിക്കണം.
ഇതാ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു, ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങുക. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ശുശ്രൂഷയാണ് ഇന്ന് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതിനുവേണ്ടി ദൈവത്തിൻ്റെ വചനം തരികയാണ്. ദൈവവചനം നമ്മിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് നാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങണം. ഈ ഭൂമിയുടെ പരപ്പിലാണെങ്കിൽ ഈ ഭൂമിയുടെ അടിയിലാണെങ്കിലും ഒരു നാൾ എൻ്റെ യേശു മടങ്ങി വരും. ദൈവമക്കളെ, അത് സത്യമാണ്, അത് സത്യമാണ്. അതിനുവേണ്ടി നാം ഒരുങ്ങുക. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും നമുക്ക് വചനം തരുന്നു. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ നോഹ ഇതാ നീണ്ട കാലം പ്രസംഗിച്ചുകൊണ്ട് നടന്നു, നീണ്ട കാലം പ്രസംഗിച്ചുകൊണ്ട് നടന്നു. ഇതാ ദൈവത്തിൻ്റെ വചനമായിരുന്നു. ഇതാ ന്യായവിധി വരാൻ പോകുന്നു, ഒരു ജലപ്രളയം വരാൻ പോകുന്നു, നിങ്ങൾ ഒരുങ്ങുക, ഒരുങ്ങുക, ഒരുങ്ങുക. നീളം 300 മുഴം, അതുപോലെ വീതി 50 മുഴം, അതുപോലെ ഉയരം 30 മുഴം ഉയരമുള്ള ഒരു പെട്ടകം ഉണ്ടാക്കി. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നോഹ പെട്ടകം പണിതത്. ഇത്ര ഭീമാകാരമായ ഒരു പെട്ടകം പണിതിട്ട് വിളിച്ചു പറയുകയാണ്, ഈ പെട്ടകത്തിലേക്ക് കടന്നുകൊള്ളുക, കടന്നുകൊള്ളുക. നിങ്ങൾ ഇതാ ഒരു ന്യായവിധി വരാൻ പോകുന്നു, നിങ്ങൾ ശങ്കിക്കണ്ട, അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നോഹയിൽ കൂടി അന്ന് വചനം കൊടുത്തു. ആരും വിശ്വസിച്ചില്ല, ആരും അംഗീകരിച്ചില്ല. ദൈവമക്കളെ, അവിടെ ഒരു കാര്യം, ഒരു വാക്ക് ഇങ്ങനെയാണ് വായിക്കുന്നത്: ജനം കടന്നു വന്നില്ല, ജനം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചില്ല. എന്നാൽ നോഹയും കുടുംബവും അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. നോഹയും കുടുംബവും അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ഇതാ ജീവജാലങ്ങളും അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ദൈവമക്കളെ, പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത് ആരാണെന്നറിയാമോ? നോഹയല്ല പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത്. ആ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത് നിത്യനായ ദൈവമാണ്. ദൈവമക്കളെ, ഈ കൃപായുഗം അവസാനിക്കാറായി, ഈ കൃപായുഗം അവസാനിക്കാറായി. ഈ പെട്ടകത്തിൻ്റെ വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പെട്ടകത്തിലേക്ക് കടന്നു ചെല്ലാം, ഈ പെട്ടകത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇന്ന് പെട്ടകം തുറന്നു വെച്ചുകൊണ്ട് നല്ല സുവർണാവസരമാണ് ദൈവമക്കളെ, സുവർണാവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി എത്ര കാലം ഉണ്ട് എന്ന് നമുക്കറിയത്തില്ല. ഈ കൃപായുഗം എത്ര കാലം ഉണ്ട് എന്ന് നമുക്കറിയത്തില്ല. ഈ കൃപയുടെ പെട്ടകം, ഈ കൃപായുഗം തീരുന്നതിന് മുമ്പ് നമുക്ക് പെട്ടകത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. നമുക്ക് പാടാം: കൃപയുടെ വാതിലിനാ പൂട്ടുവാൻ തുടങ്ങുന്നു, കൃപയുടെ വാതിലിനാ പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. കപ്പലിൽ ഉറങ്ങിടുന്ന യോനായെ പോലുള്ളോരെ, കപ്പലിൽ ഉറങ്ങിടുന്ന യോനായെ പോലുള്ളോരെ, എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും, എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേതേലിൽ ചെന്ന് പാർക്ക, നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. ആത്മീകമായ നവീകരണം, ആത്മീകമായ പുതുക്കം, അതാണ് ഈ നാളുകളിൽ നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. എനിക്കും നിങ്ങൾക്കും ആവശ്യമായിട്ടുള്ളത് ആത്മീകമായ നവീകരണം. പുതിയ വ്യക്തിയായി നാം ഓരോരുത്തരും മാറണം. അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? ഈ യാക്കോബിനോടുള്ള ബന്ധത്തിൽ യാക്കോബിനെ നവീകരിച്ച ദൈവം, യാക്കോബിനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. ആ ദൈവം നമ്മെ ഓരോരുത്തരെയും പുതുക്കുന്നതിന് വേണ്ടി, ഒരു പുതിയ ഉണർവ് നമുക്ക് നൽകുന്നതിന് വേണ്ടി, പുതിയ ചൈതന്യം നമുക്ക് നൽകുന്നതിന് വേണ്ടി ഇന്നും വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. ഇവിടെ യാക്കോബിന് ദൈവത്തിൻ്റെ വചനം ലഭിച്ചു, ദൈവത്തിൻ്റെ വചനം ലഭിച്ചു. ആ വചനം യാക്കോബ് കേട്ടു,
യാക്കോബ് അനുസരിച്ചു. അതിൻ്റെ ഫലങ്ങളാണ് നാം പിന്നീട് വായിക്കുന്നത്. ആത്മീകമായ പുതുക്കത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക, അതുമാത്രമാണ് നമ്മിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായ കടമ. നാം ഓരോരുത്തരും അത് ചെയ്തേ പറ്റൂ, അതനുസരിച്ചേ പറ്റൂ. അതാണ് നവീകരണത്തിന് വേണ്ടി ആത്മീകമായ പുതുക്കത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം കേട്ടു. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ യാക്കോബ് അതനുസരിച്ചു. രണ്ടാമത്തെ കാര്യം ഇങ്ങനെയാണ്: നീ പുറപ്പെട്ട് ബേതേലിൽ ചെന്ന് പാർക്കുക. നീ പുറപ്പെട്ട് ബേതേലിൽ ചെന്ന് പാർക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ മടങ്ങിപ്പോകണം. നീ മടങ്ങിപ്പോകണം. ബേതേൽ എന്ന് പറയുമ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. യാക്കോബ് അന്നേരം ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല. എന്നാൽ 20 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ സഹോദരനെ ഭയന്ന് ബേർഷേബ മരുഭൂമിയിൽ കൂടി ഹാരാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ക്ഷീണിച്ചവശനായി. അവിടെ ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് അതിൽ കിടന്നുറങ്ങി. അപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി സ്വപ്നം കണ്ടു. 28-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒരു കോവണി കാണുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ സ്വർഗീയ ദർശനം യാക്കോബ് കണ്ടു. യാക്കോബിനോട് നിത്യനായ ദൈവം 7 വാഗ്ദത്തങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. 7 വാഗ്ദത്തങ്ങൾ യാക്കോബിന് നിത്യനായ ദൈവം അവിടെ കൊടുക്കുന്നു. അവൻ ഉറക്കമുണർന്നു. അവൻ തലയണയായി വെച്ച ആ കല്ലെടുത്ത് തൂണായി നിർത്തി അവിടെ എണ്ണ ഒഴിച്ചു. എന്നിട്ട് അവിടെ ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേരുകയാണ്. 5 കാര്യങ്ങൾ ചെയ്ത് തരാമെങ്കിൽ ഞാൻ ഈ സ്ഥലം യഹോവയുടെ ആലയമാകും, അതുപോലെ ഞാൻ നിനക്ക് ദശാംശം നൽകുമെന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിന് ലൂസ് അഥവാ ബേതേൽ എന്ന് പേരിട്ടു. ദൈവമക്കളെ, 28-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയെന്ന് മാത്രം. എന്നാൽ ഇന്ന് ഈ യാക്കോബിനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. 20 വർഷത്തിന് ശേഷം സംസാരിക്കുകയാണ്. നീ ബേതേലിലേക്ക് മടങ്ങിപ്പോകണം. നീ ഇങ്ങനെ നിന്നാൽ പോരാ. നീ ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. നീ സൂക്കോത്തിൽ വന്ന് വീട് പണിത് ഇങ്ങനെ കന്നുകാലികൾക്ക് തൊഴുത്തൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നീ ഇവിടെ തീരേണ്ട വ്യക്തിയല്ല. നീ ഇവിടുന്ന് പോകണം. നീ ബേതേലിലേക്ക് പോകണം. ദൈവമക്കളെ, ആ വചനം കേട്ടപ്പോൾ മടങ്ങിപ്പോകുവാൻ യാക്കോബ് തീരുമാനിച്ചു. ദൈവമക്കളെ, മടങ്ങിപ്പോകണം. ജീവിതത്തിൽ ഒരു മടങ്ങിപ്പോക്ക്, ജീവിതത്തിൽ നാം എടുത്ത തീരുമാനത്തിലേക്ക്, എടുത്ത സമർപ്പണത്തിലേക്ക് മടങ്ങിപ്പോകണം. നാം എല്ലാവരും ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തതാണ്. നിങ്ങൾ ഏതെല്ലാം തീരുമാനമെടുത്തു എന്ന് നിങ്ങൾ തന്നെ ശോധന ചെയ്യുക. ആ സമർപ്പണത്തിലേക്ക് ഞാൻ ഇന്ന് മടങ്ങിപ്പോകുകയാണ്. ഈ വർഷത്തിൻ്റെ അവസാനം വന്ന് നിൽക്കുമ്പോൾ, കർത്താവേ, ഞാൻ എടുത്ത തീരുമാനത്തിലേക്ക് ഞാനിതാ മടങ്ങിപ്പോകുകയാണ്. ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. ദൈവമക്കളെ, മടങ്ങിപ്പോകണം. ആത്മീയ ജീവിതത്തിൽ മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ പോക്കിൽ നിന്ന് ഒരു യു-ടേൺ എടുക്കുക, ഒരു 180 ഡിഗ്രി തിരിയുക. ഞാൻ ദൈവസന്നിധിയിലെടുത്ത തീരുമാനം എന്തെല്ലാമാണ്? അത് നാം ഒറ്റയ്ക്ക് ദൈവസന്നിധിയിലിരുന്ന് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ സമർപ്പണം പുതുക്കുക. ദൈവമക്കളെ, ജീവിതത്തിൽ നാം എടുത്ത സമർപ്പണം പുതുക്കാമെങ്കിൽ, ആ സമർപ്പണത്തിലേക്ക് നാം മടങ്ങി വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഈ യാക്കോബിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്, അതിശയങ്ങൾ നടക്കുകയാണ്. വചനം കേട്ടപ്പോൾ യാക്കോബ് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. വെറുതെ നാം ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ മടങ്ങിപ്പോകുന്നു, ഞാനൊരു സമർപ്പണം എടുക്കുന്നു, ഞാനൊരു തീരുമാനം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ
അതൊന്നും നിലനിൽക്കുകയില്ല. നിലനിൽക്കണമെങ്കിൽ നാം നമ്മുടെ തീരുമാനത്തിലും സമർപ്പണത്തിലും നിലനിൽക്കണമെങ്കിൽ മൂന്ന് കാര്യം അത്യാവശ്യമാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ വിനയം വേണം, താഴ്മ വേണം. കർത്താവേ, ഈ വചനം എന്തു പറയുന്നുവോ, ആ വചനം ആര് സംസാരിക്കുന്നുവോ അതിലേക്കൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ ഇത് ദൈവത്തിൻ്റെ വചനമായിട്ട് അംഗീകരിച്ചുകൊണ്ട് അത് ഞാൻ വിനയത്തോടെ സ്വീകരിച്ച് ഞാനത് അനുസരിച്ചു കൊള്ളാമെന്നുള്ള ഒരു വിനയമില്ലെങ്കിൽ നമുക്ക് സമർപ്പണമെടുക്കാൻ സാധ്യമല്ല. അഥവാ സമർപ്പണമെടുത്താൽ അതിൽ നിലനിൽക്കാൻ സാധ്യമല്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു എന്ന് നാം അംഗീകരിക്കുക. തെറ്റ് സംഭവിച്ചു, ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ അനേകം പാപങ്ങൾ വന്നു എന്ന് നാം അംഗീകരിക്കുക. പാപം ഞാൻ ചെയ്തു പോയെന്ന് നാം ദൈവസന്നിധിയിലിരുന്ന് അംഗീകരിക്കുക. മൂന്നാമത്തെ കാര്യം, തകർന്ന ഹൃദയം നുറുക്കത്തോടെ ദൈവവചനം കേൾക്കുമ്പോഴും ഒറ്റയ്ക്കിരുന്ന് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും നുറുങ്ങിയ ഹൃദയം. ദൈവമക്കളെ, ഈ 51-ാം സങ്കീർത്തനത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്നറിയാമോ? തകർന്ന് നുറുങ്ങിയതുമായ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക്, ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് എളിമയോടെ വിനയത്തോടെ പ്രാർത്ഥിക്കുന്ന ദാവീദിൻ്റെ അനുതാപത്തിൻ്റെ മസൂമുറയാണ്, അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ഈ മൂന്ന് കാര്യമില്ലെങ്കിൽ നമുക്ക് മടങ്ങിപ്പോകാൻ സാധ്യമല്ല. ദൈവമക്കളെ, ജീവിതത്തിൽ മടങ്ങിപ്പോക്ക്, അത് നമ്മുടെ ജീവിതത്തിൽ നാം എവിടെയെല്ലാം എനിക്ക് മടങ്ങിപ്പോകണമെന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. ഇതാ മടങ്ങിപ്പോകുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിൽ സമർപ്പണമെടുത്തു. യാക്കോബ് മടങ്ങി വന്നു. ബേഥേലിലേക്ക് മടങ്ങി വന്നപ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ 2-3 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, അവനൊരു പുതിയ പേര് ലഭിച്ചു. 35-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 10-ാം വാക്യം നമുക്ക് വായിക്കാം. ദൈവം അവനോട്, നിന്റെ പേര് യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണമെന്ന് കൽപ്പിച്ചു. അവൻ ഇസ്രായേൽ എന്ന് പേരിട്ടു. ഇസ്രായേൽ എന്ന് പേരിട്ടു. അവിടെ 28-ാം വാക്യം, നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്ന അല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അന്ന് ദൈവം അരുളി ചെയ്തതാണ്. പക്ഷേ ഇന്ന് ഈ സമർപ്പണത്തിലേക്ക് വന്നപ്പോൾ, ബേഥേലിലേക്ക് കടന്നു വന്നപ്പോൾ, യാക്കോബിൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം തന്നെ പേരിടുകയാണ്. ഇസ്രായേൽ എന്ന പുതിയ പേര് ലഭിച്ചു. ദൈവമക്കളെ, പുതിയ പേര് ലഭിക്കുക. ഇതാ ബേഥേലിലേക്ക് വന്നപ്പോൾ ഒന്നാമത്തെ കാര്യം, പുതിയ പേര് ലഭിച്ചു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ആ വാഗ്ദാനം, പുതിയ വാഗ്ദാനം, അന്ന് ലഭിച്ച വാഗ്ദാനത്തെ പോലെയല്ല, കുറച്ചുകൂടി ഇതാ ദൈവം പുതിയ വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്. 35-ന്റെ 10, 11, 12 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പുതിയ വാഗ്ദാനം യാക്കോബിന് കൊടുക്കുകയാണ്. 1, പുതിയ പേര് ലഭിച്ചു. 2, പുതിയ വാഗ്ദാനം കൊടുത്തു. ദൈവം അനുഗ്രഹിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? അവന് പുതിയ സംരക്ഷണം കൊടുക്കുകയാണ്. അത് നാം വായിക്കുന്നത് 35-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമുക്ക് വായിക്കാം. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. ദൈവത്തിൻ്റെ ഭീതി വീണു. പുതിയ സംരക്ഷണം കൊടുക്കുകയാണ്. ആ ശേഖേമിൻ്റെ അന്യനാട്ടില് ഇതാ വലിയ പ്രശ്നം നേരിട്ട ആ സമയത്ത് തൻ്റെ സ്വന്തം മകൾ അപമാനിക്കപ്പെട്ടു. മക്കൾ എഴുന്നേറ്റ് എന്ന് അവിടുത്തെ പുരുഷപ്രജയെല്ലാം വാളുകൊണ്ട് വെട്ടി നശിപ്പിച്ചു. ഇതാ അവിടെ കൊള്ളയടിച്ചു. ഇങ്ങനെയാണ് യാക്കോബ് പറയുന്നത്, അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാൻ എൻ്റെ ഭവനവും നശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ പ്രാണഭീതിയിലായിരുന്ന അവസ്ഥയിലാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടുമോ? ഇവിടെ നിന്ന് മുമ്പോട്ട് പോകാൻ സാധിക്കുമോ? ഇവിടെ തന്നെ ജീവിതം അവസാനിക്കുകയാണോ എന്ന് യാക്കോബ് ഭയന്നുപോയ ഒരു അനുഭവമായിരുന്നു. യാക്കോബിൻ്റെ മുമ്പിൽ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയായിരുന്നു.
എന്നാൽ സ്വർഗത്തിലെ ദൈവം അവിടെ പൂർണ്ണ സംരക്ഷണം, ഒരു പുതിയൊരു സംരക്ഷണം കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു ദൈവമക്കളെ. മാത്രമല്ല ഒരു പുതിയ കുടുംബമായി തീരുകയാണ് യാക്കോബിൻ്റെ കുടുംബവും. ദൈവമക്കളെ, ഇതാ ദിവസങ്ങൾക്ക് മുമ്പ് ലാബാൻ കടന്ന് വന്നപ്പോൾ റാഖേല് ഒരു കാര്യം ചെയ്തു. എഴുന്നേൽക്കാതെ ഇതാ ആ ഗ്രഹബിംബങ്ങളുടെ മേലെ ഇരിക്കുകയായിരുന്നു. ഗ്രഹബിംബങ്ങളെ പുറത്തെടുക്കാതെ ലാബാൻ ചുറ്റും അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ ഗ്രഹബിംബങ്ങൾ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇത് റാഖേൽ മോഷ്ടിച്ചുകൊണ്ട് വന്നു. ഒട്ടകക്കോപ്പിനകത്ത് അത് ഉള്ളിലിട്ടിട്ട് ഗ്രഹബിംബങ്ങളെല്ലാം ഇട്ടിട്ട് അതിൻ്റെ മുകളിലിരിക്കുകയാണ്. എഴുന്നേൽക്കാതെ അത് മറച്ചു പിടിച്ചു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ യാക്കോബ് ഒന്നും പറയുന്നില്ല. ഭാര്യമാരവരുടെ കുണുക്കുകളും എല്ലാം എടുത്തു കൊണ്ട് കൊടുക്കുകയാണ്. അന്യദൈവങ്ങളെ എല്ലാം കയ്യിലേക്ക് എടുത്തു കൊടുക്കുകയാണ്. 34-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഞങ്ങൾ ചെയ്തത് പൂർണ്ണമായിട്ടും ശരിയാണ്, ഈ പുരുഷ പ്രജയെ നശിപ്പിച്ചതെല്ലാം ഞങ്ങൾക്ക് കാരണമുണ്ട്, അവരെ ഒരു വേശ്യയെപ്പോലെ പെരുമാറിയെന്ന് ഇതാ ഈ സ്വന്തം പിതാവിനോട് തർക്കിച്ച് നിന്ന മക്കള് ശാന്തരായി. അവരെല്ലാം അവരുടെ കയ്യിലുള്ള കുണുക്കുകളും അന്യദൈവങ്ങളെല്ലാം യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്തു. ദൈവമക്കളെ, അവിടെ ആ കരുവേലകത്തിൻ്റെ ചൂട്ടിൽ അതെല്ലാം കുഴിച്ചിടുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇതാ കുടുംബം ഒരു മനസ്സായി. ദൈവമക്കളെ, ഇന്നും പലരും വേദനയോടെ സംസാരിക്കാറുണ്ട്, പറയാറുണ്ട്, കുടുംബം ശരിയാവുന്നില്ല, കുടുംബത്തിലെ സമാധാനമില്ല, സന്തോഷമില്ല, ഐക്യതയില്ല. ദൈവമക്കളെ, കുടുംബം ശരിയാകണമെങ്കിൽ നീ ഒരാൾ സമർപ്പണത്തിലേക്ക് വരിക, നീ ബേഥേലിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരിക. അന്യദൈവങ്ങളെ കരുവേലകത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടുക, കുരിശിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടുക. ദൈവമക്കളെ, പാപത്തെ എല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് മോചനം പ്രാപിക്കുക. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവമക്കളെ, ഒരൊറ്റ വ്യവസ്ഥയുള്ളൂ മടങ്ങി വരാൻ. പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക, പാപങ്ങളെ ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കുക. അത് സദസ്യവാക്യത്തിൽ കുറച്ചുകൂടി വിശദീകരിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ്. 28-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, നമ്മുടെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ദൈവമക്കളെ, നല്ല ദിവസമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതാ സുപ്രസാദ കാലമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് രക്ഷാ ദിവസമാണ്. നിങ്ങൾ ഏതെല്ലാം വിഷയത്തിൽ ഭാരപ്പെട്ടാണ് കടന്നു വന്നിരിക്കുന്നതെങ്കിലും, രോഗത്തിൻ്റെ വിഷയമായിരിക്കാം, പ്രിയപ്പെട്ടവരെ രോഗികളായിട്ട് പറഞ്ഞു വിട്ടിട്ടായിരിക്കാം നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലായിരിക്കാം നിങ്ങൾ വലഞ്ഞു വന്നിരിക്കുന്നത്. പ്രശ്നങ്ങൾ ആരോട് പറയും, എവിടെ ചെന്ന് പറയുമെന്ന് നിരാശപ്പെട്ട് തലകുമ്പിട്ടായിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു. മകനെ, മകളെ, നിന്റെ പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. ലംഘനങ്ങളെ മറച്ചു വെക്കല്ലേ, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ഇനി മേലാൽ എൻ്റെ ജീവിതത്തിൽ കർത്താവേ, ഈ പാപം എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന് നാം ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആ സമർപ്പണത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്നുവെങ്കിൽ അത്ഭുതത്തിൻ്റെ ഒരു ദിവസമാണ്. അതിശയം നമ്മുടെ ജീവിതത്തിൽ നടക്കും. ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി ശുദ്ധീകരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, സമർപ്പണത്തിലേക്ക് മടങ്ങി വരുവാൻ, തീരുമാനത്തിലേക്ക് മടങ്ങി വരുവാൻ, ദൈവസന്നിധിയിൽ വ്യക്തമായ ഒരു സമർപ്പണം എടുത്തുകൊണ്ട് ഇനിയുള്ള കാലം പുറകോട്ടില്ല കർത്താവേ, ഇനി പുറകോട്ടില്ല. കലപ്പയ്ക്ക് കൈവച്ചേച്ച് ഇനി പുറകോട്ട് ഞാൻ നോക്കത്തില്ല കർത്താവേ. എൻ്റെ യേശുവേ, ഞങ്ങൾ മടങ്ങി വരുന്നു. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നിങ്ങളിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരണമേ കർത്താവേ. നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങൾ നിങ്ങളിലേക്കാണ് മടങ്ങി വരുന്നത്, ഒരു കൂട്ടായ്മയിലേക്കല്ല, ഒരു വ്യക്തിയിലേക്കല്ല. യേശുവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്നു. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ജീവിത പ്രതിസന്ധികളുടെ
നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ ഹൃദയ സമാധാനം നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.